Coming to the 49th question, when dash, there will be allocative efficiency, meaning thereby that the cost of the last unit is exactly equal to the price consumers are willing to pay for it. അപ്പോൾ കോസ്റ്റും പ്രൈസും ഈക്വലാണ്. അപ്പം ആ സമയത്ത് പ്രൈസിന് പകരം നമ്മൾ AR ആണല്ലേ ഉപയോഗിക്കുക, കോസ്റ്റിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക, MC ആണല്ലേ ഉപയോഗിക്കുക. അപ്പോൾ MC ഈസ് ഈക്വൽ ടു AR എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലേ ആൻസർ അല്ലേ. സോ ഫോർ ഇറ്റ് സോ ദാറ്റ് ദ റൈറ്റ് ഗുഡ്സ് ആർ ബീങ് സോൾഡ് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്രൈസ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രൈസിന് പകരം പ്രൈസ് തന്നെയാണല്ലേ AR എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ്. ഓക്കെ, അതുപോലെ MC ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ MC ഈസ് ഈക്വൽ ടു AR. ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ 50 നോക്കിയാൽ അഗ്രികൾച്ചറൽ ഗുഡ്സ് മാർക്കറ്റ്സ് ഡെപ്പിക്സ്. അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ മാർക്കറ്റ് ഡെപ്പിക്സ് എന്ത് ക്യാരക്ടറാണെന്നാണ് ചോദ്യം. അപ്പോൾ അഗ്രികൾച്ചറൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സീഡ്സ് തന്നെ അല്ലേ, അപ്പോൾ അത് എല്ലായിടത്തും ഒരേ പ്രൈസ് തന്നെയാണ്. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടാണ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിനെ ഗുഡ്സിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ട്രാക്ടർ ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിക്കോ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടാണ് കേട്ടോ പറയുക. കാരണം സംഭവം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇമാജിനറി ആണെങ്കിലും അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇമാജിനറി ആണ്, ഇല്യൂഷനാണ്. പക്ഷെ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിവുള്ള, അതായത് ഭയങ്കരമായിട്ടും നമ്മൾ പറയില്ലേ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ പ്രൈസിനെ പറ്റി അറിയാം, ഫ്രീഡം ഓഫ് എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ഹോമോജീനിയസ് ആണ്, എല്ലായിടത്തും ഒരുപോലെ അല്ലേ. ട്രാക്ടർ ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ, സീഡ് ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ, അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്. അപ്പം കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം മാളിൽ പോലെ എവിടെ പോയാലും ഭൂരിഭാഗം പ്രൊഡക്ട്സ് മോണോപോളിസ്റ്റിക് അല്ലേ, അപ്പോൾ അതാണ് ഒരു കോമ്പറ്റീഷനെ കാണിക്കുന്നത്. വേണമെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നും പറയാം, നോ പ്രോബ്ലം. അപ്പം നോക്കാം, ദർ ആർ മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് സെറ്റ് ദ ഗുഡ്സ് ഓഫേർഡ് ഫോർ സെയിൽ ആർ ലാർജ്ലി ദ സെയിം. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് പോയിന്റ് നോക്കിയേ, ഫേംസ് ജനറേറ്റ് സ്മോൾ ബട്ട് പോസിറ്റീവ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ. അത് തെറ്റിയില്ലേ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലല്ലോ, നോർമൽ പ്രോഫിറ്റ് അല്ലേ. അപ്പം നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് അല്ല, അപ്പോൾ ഇതാണ് ആൻസർ. പിന്നെ ഫേംസ് ക്യാൻ ഫ്രീലി എൻ്റർ ഓർ എക്സിസ്റ്റ് ദ മാർക്കറ്റ്, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ക്യാരക്ടറാണ്, അല്ലാത്തതാണ് ഓപ്ഷൻ സി. ഇനി 52, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാർക്കറ്റ്സ് വുഡ് മോസ്റ്റ് ക്ലോസ്ലി സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ് ഫോർ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ട്, കേബിൾ ടെലിവിഷൻ, കോള ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോള സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ അല്ലേ, അത് ഒളിഗോപോളിയാണ്. പിന്നെ മിൽക്ക് എന്ന് പറഞ്ഞതാണല്ലോ എല്ലായിടത്തും ഒരേപോലെ പ്രൈസ് വരുന്നതല്ലേ മിൽക്ക്, അതാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഇതൊക്കെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഈ കേബിൾ ടെലിവിഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒളിഗോപോളി എന്ന് പറയാം, കാരണം ലാർജ് ഫ്യൂ ഫേംസ് എല്ലാം ഉണ്ടാവുള്ളൂ. ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ഗവൺമെൻറ് അല്ലേ, അപ്പോൾ അതൊരു മോണോപോളി എന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ അദാനി പവറൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിപ്പോഴല്ലേ. നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ആക്യുറേറ്റ് റിഗാർഡിങ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കണം. സോ ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, പോയി, ഹൊറിസോണ്ടൽ ആണല്ലേ. പിന്നെ ദ ഡിമാൻഡ് കർവ് ഓൾവേസ് ലീസ് എബവ് ദ മാർജിനൽ റവന്യൂ കർവ് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും അല്ല, MRും പിന്നെ ARും പിന്നെ Pയും ഒക്കെ സെയിം ആണല്ലേ. പിന്നെ ആവറേജ് റവന്യൂ നീഡ് നോട്ട് ബി ഈക്വൽ ടു പ്രൈസ്, അതും പോയി, AR ഈസ് ഈക്വൽ ടു പ്രൈസ് ആണ്. അപ്പം ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അല്ലേ. പ്രൈസ് ഈസ് ഗിവൺ ആൻഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇക്വിലിബ്രിയം ഇൻ ദ എൻറ്റയർ മാർക്കറ്റ്. പ്രൈസ് ഈസ് ഗിവൺ ആണല്ലേ, അതുകൊണ്ടാണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനത്തെ എല്ലാവരും പ്രൈസ് ടേക്കേഴ്സ് ആണ്, മേക്കേഴ്സ് അല്ല. ബിക്കോസ് പ്രൈസ് ടേക്കേഴ്സ് അതിൻ്റെ കാരണം എന്താ, പ്രൈസ് ഈസ് ഓൾറെഡി ഗിവൺ, സോ വി ഹാവ് ടു ടേക്ക് ദ പ്രൈസ്. Okay, next 54, the market for hand tools such as hammers and screwdrivers is dominated by Draper. അപ്പോൾ ഡോമിനേഷൻ വന്നാൽ അത് ഒളിഗോപോളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. Draper, Stanley and Craftsman. Okay, this market is best described as an oligopoly. Option C ആണ്. A market structure in which many firms sell products that are similar but not identical. അതായത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അങ്ങനെ സിമിലർ ആണ് ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ.
ഇപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, പക്ഷെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതെന്താ? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ആണ് അല്ലേ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്മെല്ലിലും ടേസ്റ്റിലും കളറിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒക്കെ വാട്ടർ ഉണ്ടാവുമല്ലോ, മിനറൽ വാട്ടർ, അതുപോലെ ഒക്കെ ഐഡൻറ്റിക്കലായിരിക്കും. മിൽക്കൊക്കെ അങ്ങനെ അല്ലല്ലേ, ഒരേ കളർ വൈറ്റ്. പക്ഷേ ഇവിടെ സിമിലർ ആണ് ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ. അപ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 56. വെൻ ആൻ oligopolist individually chooses its level of production to maximize its profit, it charges a price that is. അപ്പോൾ നോക്കിക്കോ, മോണോപോളി ഉണ്ട്, ഒളിഗോപോളി ഉണ്ട്, മോണോപോളിസ്റ്റ് ഉണ്ട്, പിന്നെ പെർഫെക്റ്റ് ഉണ്ട് അല്ലേ. ഇതാണ് അവരുടെ പ്രൈസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. മോണോപോളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുക, ഒളിഗോപോളിക്ക് ആണ് പിന്നെ അത്യാവശ്യം പ്രൈസ് കിട്ടുന്നത്, പിന്നെ മോണോപോളിസ്റ്റിനാണ് പിന്നെ കിട്ടുന്നത്. മോണോപോളിസ്റ്റിക് ഉണ്ടല്ലോ, അതിനാണ് പിന്നെ കിട്ടുന്നത്. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു പ്രൈസ് ടേക്കറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അതിൽ ലാസ്റ്റ് ഓപ്ഷൻ ഡി വായിച്ചു നോക്കിയാൽ ലെസ് ദാൻ ദ പ്രൈസ് ചാർജ്ഡ് ബൈ ദ മോണോപോളി ആൻഡ് മോർ ദാൻ ദ പ്രൈസ് ചാർജ്ഡ് ബൈ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. കണ്ടോ, ഇപ്പം ഞാൻ എഴുതിയത് നോക്കുമ്പോൾ തന്നെ മോണോപോളീൻ്റെ താഴെ ആയിരിക്കണം, അതുപോലെ തന്നെ മോണോപോളിസ്റ്റിക്കും പെർഫെക്റ്റിൻ്റെ ഒക്കെ മേലെയാണ് അല്ലേ ഒളിഗോപോളിൻ്റെ പ്രൈസ് സ്ട്രക്ചർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 57th ക്വസ്റ്റ്യൻ. ഇൻ ദ ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേംസ് ഓപ്പറേറ്റ് അറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിഗറൊക്കെ കാണിച്ചു തന്നില്ലേ, എം സിയും എം ആറും ഈക്വൽ ആവുന്ന പോയിൻ്റ്, എ സി വരുന്ന പോയിൻ്റൊക്കെ. അപ്പം അവിടെ നമ്മൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ ഹെഡിങ്ങിൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന് തന്നെയല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് നോക്കാം. അത് ഇൻ്റർസെക്ഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ സെറ്റ്. ഇക്വിലിബ്രിയം ആവണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. ദെയർ എഫിഷ്യൻറ്റ് സ്കെയിലുണ്ട്, പിന്നെ സീറോ എക്കണോമിക് പ്രോഫിറ്റാണ്, അതായത് നോർമൽ പ്രോഫിറ്റാണ് ലോങ് റണ്ണിൽ ഉണ്ടാവുക. എഫിഷ്യൻറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആൻസേഴ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ അല്ലാത്തത് നോക്കാം. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ക്യാരക്ടറാണ്. അബ്നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ, അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ലോങ് റൺ ആണ്. അതില്ല അല്ലേ, കാരണം എന്തുകൊണ്ടാണ്? ലോങ് റൺ ആകുമ്പോൾ കുറേ പേര്, ഫ്രീഡം ഓഫ് എൻട്രി ആയതുകൊണ്ട് തന്നെ കുറേ പേര് വരും, അപ്പം ഡിമാൻഡ് ഷെയർഡ് ആവും, അപ്പോൾ അവർക്ക് നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ, അതായത് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടില്ല എന്ന്. ഓക്കെ, ഇനി 59th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് ദ സപ്ലൈ ഈസ് ഫിക്സ്ഡ് അല്ലേ. നമ്മൾ കണ്ടു അല്ലേ, 2 കൊട്ട മീൻ എന്ന് പറഞ്ഞാൽ 2 കൊട്ടേ ഉണ്ടാവുള്ളൂ. പ്രൈസ് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റാം, പക്ഷേ സപ്ലൈ ഫിക്സ്ഡ് ആണ്. ടൈം എലമെൻറ്റ് വാസ് കൺസീവ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ അല്ലേ. പിന്നെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് അല്ലേ, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ ഓപ്ഷൻ എ. പിന്നെ ആവറേജ് റവന്യൂ ഇസ് എ റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഓരോ യൂണിറ്റിനും. ഓക്കെ, പിന്നെ അതിനെ തന്നെ TR/Q എന്ന് പറയും അല്ലേ. പിന്നെ AR ക്യാൻ ബി സിംബോളിക്കലി റിട്ടേൺ ആസ്, സിംബോളിക്കലി എങ്ങനെ എഴുതാം? TR/Q അല്ലേ. പിന്നെ AR ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ്. പിന്നെ മാർജിനൽ റവന്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം ദ സെയിൽ ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി അല്ലേ. ഒരു അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ പർച്ചേസ് അല്ല, സെയിലാണല്ലോ. റവന്യൂ വരുമാനം ഇങ്ങോട്ട് കിട്ടുകയല്ലേ, അപ്പോൾ അത് സെയിൽ ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ വെൻ ഇ ഈസ് ഗ്രേറ്റർ ദാൻ 1 ദെൻ MR ഈസ് വാട്ട് എന്നാണ്. MR ഈസ് പോസിറ്റീവ്. ഈക്വൽ ടു 1 ആണെങ്കിൽ MR 0, ലെസ് ദാൻ 1 ആണ് ഇ എങ്കിൽ MR നെഗറ്റീവ് ആണ്. പിന്നെ ഇൻ എക്കണോമിക്സ് ദ ടേം മാർക്കറ്റ് റെഫേഴ്സ് ടു പ്ലേസ് where buyers and sellers bargain a product or services for a price അല്ലേ. സോ ഓപ്ഷൻ എ ആണ് നല്ല ആൻസർ. നെക്സ്റ്റ് 70th ക്വസ്റ്റ്യൻ ഈസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം ഈസ് പ്രൈസ് ടേക്കർ ആണ് കേട്ടോ, ആൻഡ് നോട്ട് പ്രൈസ് മേക്കർ. അപ്പം ഓപ്ഷൻ ബി ആണ്. എ മോണോപോളിസ്റ്റ് ഈസ് എ പ്രൈസ് മേക്കറാണ്. മോണോപോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? മോണോപോളിത്തെ ആൾ. മോണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞാലാണ് മറ്റേതിലത്തെ. അപ്പോൾ ഇനിയിപ്പോൾ 2 പേരായാലും പ്രൈസ് മേക്കർ തന്നെയാണ് അവർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് മോണോപോളി. പിന്നെ അപ്പോൾ ഓപ്ഷൻ ബി. ഇനി അണ്ടർ മോണോപോളി ദ ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ ദ പ്രൈസ് ഈസ് വെരി കൺസിഡറബിൾ. ഓക്കെ, അത് ടെക്സ്റ്റിൽ തന്നെ ഒരു പെട്ടിയിലുണ്ടായിന്. പിന്നെ 74 ജനറലി പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് ബട്ടർ, എഗ്സ്, മിൽക്ക്, വെജിറ്റബിൾസ് വിൽ ഹാവ് വാട്ട് മാർക്കറ്റ്? ലോക്കൽ മാർക്കറ്റ് അല്ലേ. ഏറ്റവും അടുത്തുള്ള മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റ്.
പിന്നെ ഒരു സിമ്പിൾ ട്രിക്കി ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഗ്രാഫിൽ നമ്മുടെ ഏവറേജ് വാരിയബിൾ കോസ്റ്റ് കണ്ടോ, അതെന്ന് പറഞ്ഞാൽ P1 കുറിച്ചിട്ടാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അറ്റ് പ്രൈസ് P1 ദ ഫേം ഇൻ ദ ഫിഗർ വുഡ് പ്രൊഡ്യൂസ്, എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആവറേജ് വാരിയബിൾ കോസ്റ്റ് മേലെയാണ് അല്ലേ, കോസ്റ്റ് മേലെയാണ് പ്രൈസിനേക്കാളും, പ്രൈസ് താഴെയാണ്. അതായത് നമ്മുടെ പ്രൈസിന്, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിന് കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമോ അവിടെ? ഇല്ല അല്ലേ, സീറോ ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. അതായത് എനിക്ക് ഇവിടുത്തെ ഈ ആവറേജ് വാരിയബിൾ കോസ്റ്റ് 600 രൂപയാണെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് 500 രൂപയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കോസ്റ്റ് കൂടുതലായിട്ട് നഷ്ടത്തിന് ഞാൻ വിൽക്കുമോ? ഇല്ല. അപ്പോൾ സീറോ ഔട്ട്പുട്ടാണ് P1 പ്രൊഡ്യൂസ് ചെയ്യുക. എപ്പോഴും വാരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം പ്രൈസ്. അപ്പം P2 കുഴപ്പമില്ല, ആവറേജ് വാരിയബിൾ കോസ്റ്റിനേലും മീതിയാണ് P2 ഉള്ളത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ, സീറോ ഔട്ട്പുട്ട്. പിന്നെ സെക്യുലർ പീരീഡ് ഈസ് ഓൾസോ നോൺ ആസ് വെരി ലോങ് പീരീഡ് ആണ് കേട്ടോ, ഓപ്ഷൻ സി. പിന്നെ വെരി ഷോർട്ട് പീരീഡ് ആണെങ്കിലോ അതിനെ മാർക്കറ്റ് പീരീഡ് എന്ന് പറയും അല്ലേ. പിന്നെ വെരി ലോങ് പീരീഡ് ആണെങ്കിലാണ് അത് സെക്യുലർ പീരീഡ് ആവാം. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി. ദ മാർക്കറ്റ് ഫോർ ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഇസ് നോൺ ആസ് റീറ്റെയിൽ മാർക്കറ്റ് അല്ലേ. നേരെ മറിച്ച് മാർക്കറ്റ് ഫോർ ദ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലോ അതാണ് ഹോൾസെയിൽ മാർക്കറ്റ്. ഇനി ദ കണ്ടീഷൻ ഫോർ പ്യുവർ കോമ്പറ്റീഷൻ ഈസ്, അപ്പോൾ പ്യുവർ കോമ്പറ്റീഷൻ്റെ കണ്ടീഷൻ 3 എണ്ണമാണ് അല്ലേ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 2BH എന്ന് ബയേഴ്സും സെല്ലേഴ്സും ബാരിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെയാണ് ഹോമോജീനിയസ് 2BH. ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. പിന്നെ പ്യുവർ ഒളിഗോപോളി ഈസ് ബേസ്ഡ് ഓൺ ദ ഡാഷ് പ്രോഡക്ട്സ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ് പ്യുവർ ഒളിഗോപോളി. അല്ലെങ്കിൽ പെർഫെക്റ്റ് ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ സെയിം പ്രോഡക്ട്സ് ആയിരിക്കണം. ലൈക്ക് അലുമിനിയം, സ്റ്റീല്, അങ്ങനെയൊക്കെയുള്ള സിമെൻറ്റ്, അതൊക്കെ ഒരേ പ്രോഡക്റ്റ് അല്ലേ എവിടെയും. ഇതിൻ്റെ നേരെ ഉൾട്ടയാണ്, ഓപ്പോസിറ്റാണ് ഇംപെർഫെക്റ്റ് ഒളിഗോപോളി. അതിൻ്റെ എക്സാമ്പിളാണ് ഓട്ടോമൊബൈലൊക്കെ. അതിൽ പലതരം കാർസ് ഉണ്ടാവും, ബൈക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ ഈ കോൾഡ് ഡ്രിങ്കൊക്കെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. ഇനി 81. ഇൻ ഒലിഗോപോളി വെൻ ദ ഇൻഡസ്ട്രി ഈസ് ഡോമിനേറ്റഡ് ബൈ വൺ ലാർജ് ഫേം വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ലീഡർ ഓഫ് ദ ഗ്രൂപ്പ് ദെൻ ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ആദ്യം തന്നെ ഓരോന്നിനെ നോക്കാം. ഫുൾ ഒലിഗോപോളി എന്ന് പറഞ്ഞാൽ അത് നോ ലീഡറാണ്. ഓക്കെ. പിന്നെ കൊളോസീവ് ഒലിഗോപോളി എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റും വന്നിട്ടുള്ളതാണ്. പിന്നെ പാർഷ്യൽ ഒളിഗോപോളി എന്ന് പറഞ്ഞാലാണ് അവിടെ ഒരു ലീഡർ ഉണ്ടാവുക. പിന്നെ സിൻഡിക്കേറ്റഡ് ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് സിൻഡിക്കേറ്റ് വഴി വിൽക്കുന്നതാണ്, ലൈക്ക് ഈ ആമസോൺ, ഫ്ലിപ്പൊക്കെ പോലെ. സോ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് വെൻ ദ ഇൻഡസ്ട്രി ഈസ് ഡോമിനേറ്റഡ് ബൈ വൺ ലാർജ് ഫേം വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ലീഡർ ആണെങ്കിൽ അത് പാർഷ്യൽ ഒളിഗോപോളിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. ഇനി 82. When the product are sold through a centralized body, oligopoly is known as syndicated oligopoly. When the monopolist divides the consumers into separate sub-market and charges different prices in different sub-markets, is known as third degree of price discrimination. ഓക്കെ, അതാണ്. ഫസ്റ്റ് ഡിഗ്രിയിലാണെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽസിൻ്റെന്ന് അവരുടെ ഈ കൺസ്യൂമർ സർപ്ലസ് മുഴുവൻ ഊറ്റിയെടുക്കും. സെക്കൻഡ് ഡിഗ്രിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബൾക്കി നമ്മൾ വാങ്ങൂലേ, അതുപോലെ തന്നെ ഈ കൺസംഷൻ ബേസ് ചെയ്തിട്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ എത്ര യൂസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട്, പിന്നെ ഹോൾസെയിൽ അങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ട്. തേർഡ് ഡിഗ്രിയിലാണ് ലൊക്കേഷൻ, പിന്നെ ഓൾഡ് ഏജിനൊക്കെ ബേസ് ചെയ്ത്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കസ്റ്റമർ ബേസിനെ ഇങ്ങനെ സബ് മാർക്കറ്റായിട്ട് തിരിക്കുന്നതൊക്കെ തേർഡ് ഡിഗ്രിയിലാണ്. ഓക്കെ. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ഡാഷ് ദ മോണോപോളിസ്റ്റ് വിൽ ഫിക്സ് എ പ്രൈസ് വിച്ച് വിൽ ടേക്ക് അവേ ദി എൻറ്റയർ കൺസ്യൂമർ സർപ്ലസ്, ഫസ്റ്റ് ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇസ് റിലേറ്റഡ് ടു ടൈം, സൈസ് ഓഫ് ദ പർച്ചേസ്, ഇൻകം, എനി ഓഫ് ദി എബവ് ആണല്ലേ. എല്ലാത്തിനും ബേസ് ചെയ്തിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കും. ഇപ്പോൾ ടൈം എന്ന് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ബൂത്തിലൊക്കെ 12 PM ശേഷം പ്രൈസ് കുറവാണ്, പിന്നെ ആഫ്റ്റർനൂണിൽ ബാച്ച് ക്ലാസ് എടുക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ടൈം ബേസ് ചെയ്തിട്ടും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. പിന്നെ ദ ഫേം ആൻഡ് ദ ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം എന്നാണ് പറയുന്നത്. അത് ഏതിലാണ്? ഫേമും ഇൻഡസ്ട്രിയും ഒക്കെ ഒന്നായിട്ടുള്ളത് മോണോപോളിയിലാണ് അല്ലേ.
അതായത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഫേമാണ്. അപ്പോൾ ഇതൊക്കെ ഒരൊറ്റൊരാളായിട്ട് മാറുന്നത് മോണോപോളിയിലാണ്. ദ ഡിമാൻഡ് കർവ് ഓഫ് എ മോണോപോളി ഫേം വിൽ ബി വാട്ട്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് അല്ലേ. മോണോപോളിൻ്റെത് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, മോണോപോളിൻ്റെയും മോണോപോളിസ്റ്റിക്കിൻ്റെ ഒക്കെ ഒരുമിച്ചാണ് വരച്ചത്. അപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. എനിക്ക് എന്തോ സെമി വെർട്ടിക്കൽ എങ്ങാണ്ടായിരുന്നില്ലേ, എന്നാലും അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയല്ലേ. ഇനി 88 is if the average cost is higher than the average revenue then the firm incurs loss അല്ലേ. AC is greater than AR ആണെങ്കിൽ. Which of the following statement is correct എന്നാണ് ചോദ്യം. പ്രൈസ് റിജിഡിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മോണോപോളി അല്ല, ഒളിഗോപോളിൻ്റെ ആണ്. സെല്ലിംഗ് കോസ്റ്റ് ആർ പോസിബിൾ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറ്റില്ല, ഒരു സെല്ലിംഗ് കോസ്റ്റും പറ്റില്ല, പ്രൈസ് ടേക്കറാണ്. നെക്സ്റ്റ്, അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡു നോട്ട് മൂവ് ഫ്രീലി ആസ് ദർ ആർ ലീഗൽ റെസ്ട്രിക്ഷൻ. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അങ്ങനെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇനി ആൻ ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് മെനി ഫേംസ്, യെസ് അതാണ് കറക്റ്റ് സെൻറ്റൻസ്. അപ്പം ഓപ്ഷൻ ഡി. ഇനി ഓക്കെ, അപ്പം നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം. പെട്ടെന്ന് എൻ്റെ കണ്ണ് പോയത് കൊമോഡിറ്റീസ് ഓഫേർഡ് ഫോർ സെയിൽ അണ്ടർ എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിൽ ബി ഹെറ്റിറോജീനിയസ് എന്ന്. ആണോ? ഹോമോജീനിയസ് അല്ലേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ, അപ്പോൾ അതാണ് ഇൻകറക്റ്റ്. ഇനി ഫോർ മാർക്കറ്റ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഈസ് എന്നാണ് അടുത്ത ചോദ്യം. എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ പ്ലേസ് വേണോ മാർക്കറ്റിന്? വേണ്ടല്ല, ഇപ്പോൾ ഓൺലൈൻ്റെ കാലമാണ്. അപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫോർമലും ഇൻഫോർമലും മാർക്കറ്റ് ഉണ്ടല്ലേ. ഫോർമൽ എന്ന് വെച്ചാൽ ഒരു പ്ലേസിൽ, ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനൊക്കെ. അപ്പോൾ പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ പ്ലേസ് വേണമെന്നില്ല മാർക്കറ്റിന്. കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ്റും വേണമെന്നില്ല. ക്ലോസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അതാണ് വേണ്ടത് എക്സെൻഷ്യൽ കണ്ടീഷനായിട്ട്. ഇപ്പോൾ സി. ഇനി 92 ക്വസ്റ്റ്യൻ നമ്പർ 92 assume that when price is 10 the quantity demanded is 5 and when price is 12 quantity demand is 4. Based on this information what is the marginal revenue resulting from an increase in the output from 4 to 5? ഇത് ഹോംവർക്കാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ TR കിട്ടും. അപ്പോൾ ആദ്യത്തേത് 50 രണ്ടാമത്തെ 48. അപ്പോൾ പിന്നെ TR2 മൈനസ് TR1 ചെയ്യുമ്പോൾ 48 മൈനസ് 50 ചെയ്താൽ ആൻസർ 2 ആണ് കിട്ടുന്നത്. ആക്ച്വലി ഇവിടെ മൈനസ് വരേണ്ടതാണ്, പക്ഷെ ഓപ്ഷനിൽ മൈനസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ 2 തന്നെ ഇടാം. അതന്നെ. ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു വാട്ട്? നത്തിങ് ബട്ട് ദ പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട്. യെസ്, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി എക്സാമ്പിൾ ഓഫ് എ കമ്മോഡിറ്റി സെഡ് ടു ഹാവ് ആൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ വാല്യൂ ആണ് സ്മോൾ ബൾക്ക് കമ്മോഡിറ്റീസ് ലൈക്ക് ഗോൾഡൊക്കെ, സിൽവർ ഗോൾഡൊക്കെ. നെക്സ്റ്റ്, വീക്ക്ലി മാർക്കറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? അൺറെഗുലേറ്റഡ് മാർക്കറ്റ് ആണല്ലേ, ഹാത്ത് ബസാർ. അപ്പോൾ ഓപ്ഷൻ ഡി. കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ആർ MR is equal to MC ആവണം. പിന്നെ MC ഷുഡ് ഹാവ് എ പോസിറ്റീവ് സ്ലോപ്പ്. പിന്നെ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ ആയിരിക്കണം. അപ്പോൾ അത് 3 വരികയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നല്ല ആൻസർ. പക്ഷേ ഓപ്ഷൻ സിയിൽ MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ ഉണ്ട്, പക്ഷേ MR ഈസ് ഈക്വൽ ടു AR എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ലല്ലോ കണ്ടീഷൻ. MR ഈസ് ഈക്വൽ ടു MC ആണ് കണ്ടീഷൻ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ MC ഷുഡ് ഹാവ് പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? MC ഈ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ശരിക്കും കട്ട് ഫ്രം ബിലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാതും ഉണ്ട് കേട്ടോ. ഇനി 97th ക്വസ്റ്റ്യൻ. നാച്ചുറൽ മോണോപ്പൊളി അറൈസസ് വെൻ ദർ ആർ എ വെരി ലാർജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. യെസ്, അഡ്വാൻറ്റേജിനെയാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദർ ആർ വെരി ലാർജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടെങ്കിലാണ്. അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. പിന്നെ നെക്സ്റ്റ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കനോട്ട് പെർസിസ്റ്റ് അണ്ടർ ദ ഫോളോയിങ് മാർക്കറ്റ് ഫോമിൽ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ്. പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും പ്രൈസിനെ പറ്റി അവെയറാണ്. ഓക്കെ, അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യും ഒരു ചെറിയ പ്രൈസ് ചേഞ്ചിനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കില്ല പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. പിന്നെ കാരണം എല്ലാവർക്കും പെർഫെക്റ്റ് ഇൻഫർമേഷനാണ്. 99th ക്വസ്റ്റ്യൻ is Sweezy's model explain the concept of price rigidity relating to the following market form. ഒളിഗോപോളി മാർക്കറ്റ്. കിങ് ഒക്കെ ഉള്ളത് സ്വീസി പറഞ്ഞു തന്നതാണല്ലേ, അപ്പോൾ അത് ഒളിഗോപോളിനാണ്. ഇനി കോമ്പിനേഷൻ ഓഫ് മോണോപോളി മാർക്കറ്റ് ആൻഡ് മോണോപ്സോണി മാർക്കറ്റ് ഇസ് കോൾഡ്. മോണോപോളിയും അതായത് ഒരു സെല്ലറും ഒരു ബയ്യറുള്ള കോമ്പൈൻഡ് മാർക്കറ്റാണ് ബൈലേറ്ററൽ മോണോപോളി മാർക്കറ്റ്. ഓക്കെ,
ഇനി 101 and the last question is price varies by attributes such as location or by customer segment is dash degree of the price discrimination. തേർഡ് ഡിഗ്രി കണ്ടോ, കസ്റ്റമർ സെഗ്മെൻ്റ് ആയിട്ട് തിരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് ഏത് ഡിഗ്രിയാണ്? തേർഡ് ഡിഗ്രിയാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ സ്റ്റുഡൻസ്. അപ്പം ഈ ചാപ്റ്റർ എടുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹെൽപ്ഫുള്ളായെങ്കിൽ കമൻ്റൊക്കെ ചെയ്യണേ. താങ്ക് യു.